ഇബ്നു തൈമിയ റഹിമഹുല്ലാ അവരുടെ അൽ കലിമുത്ത് ത്വയ്യിബ് ദർസ് 3 ഫീ ദിക്രില്ലാഹി തആല ത്വറഫൈൻ നഹാർ, പകലിന്റെ രണ്ടറ്റങ്ങളിലും അള്ളാഹുവിനെ സ്മരിക്കുന്നതിനെ കുറിച്ച്. ത്വറഫ് എന്ന് പറഞ്ഞ അറ്റം, രാവിലെയും വൈകിട്ടും, പകലിന്റെയും രാത്രിയുടെയും തുടക്കത്തിൽ എന്നും പറയാം. അല്ലാഹു തആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു ദുകുറുല്ലാഹ ദിക്റൻ കസീറാ വസബ്ബിഹൂഹു ബുക്റതൻ വഅസ്വീലാ. അൽ-അഹ്സാബ് 41-ാമത്തെ ആയത്ത്. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, ഉദ്കുറുല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ സ്മരിക്കുക, അവനെ ദിക്ർ ചെയ്യുക. ദിക്റൻ കസീറ, ധാരാളമായ ദിക്ർ. വസബ്ബിഹൂഹു, അവനെ നിങ്ങൾ പ്രകീർത്തിക്കുക, അവന്റെ പരിശുദ്ധിയെ നിങ്ങൾ വാഴ്ത്തുക. ബുക്റതൻ, രാവിലെയും, വഅസ്വീല, വൈകിട്ടും. അൽ അസ്വീൽ, അസ്വീൽ എന്ന് പറഞ്ഞാല് മാ ബൈനൽ അസ്രി വൽ മഗ്രിബി, അസ്റിനും മഗ്രിബിനും ഇടയിലുള്ള സമയമാണ്. വഖാല തആല, അല്ലാഹു തആല പറഞ്ഞു, വദ്കുർ റബ്ബക ഫീ നഫ്സിക തദറുഅൻ വഖീഫ വദൂനൽ ജഹ്രി മിനൽ ഖൗലി ബിൽ ഗുദുവ്വി വൽ ആസ്വാൽ വലാ തകുൻ മിനൽ ഗാഫിലീൻ. വദ്കുർ റബ്ബക, നിന്റെ റബ്ബിനെ നീ സ്മരിക്കുക, ദിക്ർ ചെയ്യുക. ഫീ നഫ്സിക, നിന്റെ മനസ്സിൽ, തദറുഅൻ വഖീഫതൻ, അതായത് തദറുഅൻ താഴ്മയോടെ, വഖീഫതൻ ഭയത്തോടുകൂടി, വദൂനൽ ജഹ്രി മിനൽ ഖൗലി ഉച്ചത്തിൽ ശബ്ദമിട്ടിട്ടല്ലാതെ, ഒരു മിതമായ ശബ്ദത്തിൽ, ബിൽ ഗുദുവ്വി വൽ ആസ്വാൽ, ഉദുവ് പ്രഭാതത്തിൽ രാവിലെ, വൽ ആസ്വാലി നേരത്തെ അസ്വീൽ എന്ന് പറഞ്ഞല്ലോ, അത് തന്നെ പ്രദോഷത്തിലും വൈകുന്നേരവും. വലാ തകും മിനൽ ഗാഫിലീൻ, നീ ഗാഫിലീങ്ങളിൽ, അശ്രദ്ധരിൽ പെട്ടുപോകരുത് എന്ന്. അള്ളാഹുവിനെ സ്മരിക്കാതെ ഇരിക്കുന്ന അശ്രദ്ധരിൽ, ഗാഫിലീങ്ങളിൽ പെട്ടുപോകരുത്. വസബ്ബിഹ് ബിഹംദി റബ്ബിക ബിൽ അശിയ്യി വൽ ഇബ്കാർ. വസബ്ബിഹ്, അള്ളാഹുവിന്റെ പരിശുദ്ധിയെ വാഴ്ത്തുക. ബിഹംദി റബ്ബിക, സബ്ബിഹ് പരിശുദ്ധിയെ വാഴ്ത്തുക. ബിഹംദി റബ്ബിക, നിന്റെ റബ്ബിനെ സ്തുതിക്കുന്നതോടൊപ്പം. ബിൽ അശിയ്യി വൽ ഇബ്കാർ, അശി വൈകുന്നേരം, വൽ ഇബ്കാർ രാവിലെ. വഖാല തആല, അല്ലാഹു തആല പറഞ്ഞു, വസബ്ബിഹ് ബിഹംദി റബ്ബിക ഖബ്ല തുലൂഇ ശംസി വഖബ്ലൽ ഗുറൂബ്. ഖാഫ് 39-ാമത്തെ ആയത്തിൽ നിന്ന്. വസബ്ബിഹ് ബിഹംദി റബ്ബിക, നിന്റെ റബ്ബിനെ സ്തുതിക്കുന്നതോടൊപ്പം അവനെ തസ്ബീഹ് ചെയ്യുക, അവന്റെ പരിശുദ്ധിയെ വാഴ്ത്തുക. ഖബ്ല തുലൂഇ ശംസി വഖബ്ലൽ ഗുറൂബി, ഖബ്ല തുലൂഇ ശംസി സൂര്യോദയത്തിന് മുമ്പ്, വഖബ്ലൽ ഗുറൂബ് അസ്തമയത്തിന് മുമ്പ്. ولا تطرد الذين يدعون ربهم بالغداة والعشي يريدون وجهه ولا تطرد, നീ ആട്ടിപ്പായിക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, അല്ലദീന, ഒരു കൂട്ടർ, യദുഊന, അവർ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നു, റബ്ബഹും, അവരുടെ റബ്ബിനോട്, അല്ലാഹുവിനോട്, ബിൽ ഗദാത്തി രാവിലെയും, വൽ അശി വൈകുന്നേരവും, യുരീദൂന വജ്ഹഹു, അവന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട്, എന്ന് പറഞ്ഞാൽ അവന്റെ റബ്ബിന്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട്. അപ്പൊ അങ്ങനെയുള്ളവരാണ് സത്യവിശ്വാസികൾ എന്നർത്ഥം. فأوحى إليهم أن سبحوا بكرة وعشيا. فأوحى إليهم أن سبحوا بكرة وعشيا. فأوحى إليهم, അവരിലേക്ക്. ഇവിടെ വഹി നൽകിയതല്ല, ആംഗ്യം കാണിച്ചു എന്നാണ്. വഹി നൽകിയതല്ല അവിടെ ഉദ്ദേശിക്കുന്നത്, ആംഗ്യം കാണിച്ചു. ഫഅൗഹാ ഇലൈഹിം, അവരിലേക്ക് ആംഗ്യം കാണിച്ചു. അൻസബ്ബിഹു ബുക്റതൻ വഅശിയ്യ, രാവിലെയും വൈകുന്നേരവും നിങ്ങൾ തസ്ബീഹ് ചൊല്ലണമെന്ന്. മറിയം 11-ാമത്തെ ആയത്തിൽ. ഔഹ എന്ന് പറഞ്ഞാല് ആംഗ്യം കാണിച്ചു എന്നാണ് ഇവിടെ ആശയം, അർത്ഥം. ومن الليل فسبحه وإدبار النجوم. ومن الليل, രാത്രിയിൽ, فسبحه,
അവനെ നിങ്ങൾ പ്രകീർത്തിക്കുക, തസ്ബീഹ് ചൊല്ലുക. ഇദ്ബാറൻ നുജൂം, നുജൂം നക്ഷത്രങ്ങൾ പിൻവാങ്ങുന്ന സമയത്തും. അപ്പൊ ഇവിടെ രാവിലെയാണ് ഉദ്ദേശിച്ചത്. മറ്റൊന്ന് ഫസുബ്ഹാനല്ലാഹി ഹീന തുംസൂന വഹീന തുസ്ബിഹൂൻ. സുബ്ഹാനല്ലാഹി, അപ്പോൾ അല്ലാഹുവിന് പരിശുദ്ധി. സുബ്ഹാനല്ലാഹ്, അല്ലാഹു പരിശുദ്ധനാണ്. ഹീന തുംസൂൻ, നിങ്ങൾ വൈകുന്നേരമാകുമ്പോൾ. വഹീന തുസ്ബിഹൂൻ, നിങ്ങൾ പ്രഭാതത്തിലാകുമ്പോൾ. മറ്റൊരായത്ത് ഹൂദ് 114 ആയത്തിൽ നിന്ന് وأقم الصلاة طرفي النهار وزلفا من الليل إن الحسنات يذهبن السيئات وأقم الصلاة, നിങ്ങൾ നമസ്കാരം നിലനിർത്തുക. طرفي النهار, രാവിന്റെ പകലിന്റെ രണ്ടറ്റങ്ങളിൽ, വസുലഫം മിനൽ ലൈലി, രാത്രിയുടെ ചില ഭാഗങ്ങളിലും, അല്ലെങ്കിൽ രാത്രിയുടെ ഒരു ഭാഗവും. ഇന്നൽ ഹസനാത്തി, നിശ്ചയം നന്മകൾ, യുദ്ഹിബിന സയ്യാത്ത്, തിന്മകൾ അത് പൊക്കിക്കളയുന്നതാണ്. ഇവിടെ നിസ്കാരത്തിന്റെ സമയം കൃത്യമായിട്ട് 5 നേരം നിസ്കാരത്തിന്റെ സമയം പറഞ്ഞിരിക്കല്ല, എന്നാൽ അതിലേക്കുള്ള സൂചനകളുണ്ട്. തൊറഫൈൻ നഹാരി എന്ന രാവിന്റെ രണ്ടറ്റം, ഉച്ചയ്ക്ക് മുമ്പുള്ള സമയം, ഉച്ചയ്ക്ക് ശേഷമുള്ള സമയം ഒക്കെ വരും. അതായത് സുബ്ഹ്, ളുഹ്ർ, അസ്ർ, ഈ 3 നിസ്കാരങ്ങൾ വരും. രാത്രിയുടെ ഭാഗം എന്ന് പറയുമ്പോൾ അത് മഗ്രിബ് ഇശാവും വരും. وقال أبو هريرة رضي الله عنه, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, قال النبي صلى الله عليه وسلم, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖാല ഹീന യുസ്ബിഹു ഹീന യുംസി, ആരൊരുത്തൻ പ്രഭാതമാകുമ്പോഴും പ്രദോഷമാകുമ്പോഴും വൈകുന്നേരമാകുമ്പോഴും ചൊല്ലിയോ, സുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്നു, വബിഹംദിഹി, അവനെ സ്തുതിക്കുന്നതോടൊപ്പം എന്ന് 100 മറ, 100 തവണ. ലം യഅതി അഹദുൻ യൗമൽ ഖിയാമത്തി ബിഅഫ്ളല മിമ്മാ ജാഅ ബിഹി, അവൻ കൊണ്ടുവന്നതിനേക്കാളും ശ്രേഷ്ഠകരമായ ഖിയാമത്ത് നാളിൽ ഒരാളും കൊണ്ടുവരികയില്ല, വരില്ല. ഇല്ല അഹദിന്, ഒരാൾ ഒഴികെ, ഖാല മിസ്ല മാ ഖാല, അയാൾ പറഞ്ഞ അതുപോലെ പറഞ്ഞ ഒരാൾ, ഔ സാദ അലൈഹി, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ പറഞ്ഞ ഒരാൾ അല്ലാതെ, എന്ന് പറഞ്ഞാൽ സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് 100 തവണ ദിവസവും ചൊല്ലുന്നതിന്റെ പ്രാധാന്യമാണ് ഈ പറയുന്നത്. خرج أيضا, خرج مالك عن عبد الله بن مسعود رضي الله عنه قال, عبد الله بن مسعود رضي الله عنه എന്നുള്ള നിവേദനം പറയുന്നത്, അദ്ദേഹം പറഞ്ഞു, كان النبي الله صلى الله عليه وسلم إذا أمسى قال, അല്ലാഹുവിന്റെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വൈകുന്നേരമായാൽ ഇങ്ങനെ പറയാറുണ്ടായിരുന്നു, أمسينا وأمسى الملك لله والحمد لله لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير ربي أسألك خير ما في هذه الليلة وخير ما بعدها وأعوذ بك من شر ما في هذه الليلة وشر ما بعدها ربي أعوذ بك من الكسل وسوء الكبر ربي أعوذ بك من عذاب في النار وعذاب في القبر. എന്താണ് അർത്ഥം? അംസൈന, ഞങ്ങൾക്ക് ഇതാ പ്രദോഷമായിരിക്കുന്നു, വൈകുന്നേരമായിരിക്കുന്നു. അംസൽ മുൽക്കുലില്ല, അള്ളാഹുവിന് ആധിപത്യമായിക്കൊണ്ട് ഇതാ പ്രദോഷമായിരിക്കുന്നു, വൈകുന്നേരമായിരിക്കുന്നു. വൽഹംദുലില്ലാഹ്, സർവസ്തുതിയും അല്ലാഹുവിനാകുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഒരു ഇലാഹുമില്ല. വഹ്ദഹു, അവൻ ഏകനാണ്. ലാ ശരീക ലഹു, അവന് ഒരു പങ്കുകാരനുമില്ല. ലഹുൽ മുൽക്കു, അവനാണ് സർവാധിപത്യവും. വലഹുൽ ഹംദു, അവനാണ് സർവസ്തുതിയും. വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അവൻ എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാണ്. റബ്ബി അസ്അലുക, റബ്ബേ ഞാൻ നിന്നോട് ചോദിക്കുന്നു, ഖൈറ മാ ഫി ഹാദിഹിൽ ലൈലത്തി, ഈ രാത്രിയിലുള്ള നന്മയെ, വഖൈറ മാ ബഅദഹ, ഇതിനു ശേഷമുള്ള നന്മയും, വഅഊദു ബിക, ഞാൻ എന്നോട് കാവൽ തേടുകയും ചെയ്യുന്നു, മിൻ ശർരി മാ ഫി ഹാദിഹിൽ ലൈലത്തി, ഈ രാത്രിയിലുള്ള തിന്മയെ, വശർരി മാ ബഅദഹ, അതിനു ശേഷമുള്ള തിന്മയെയും. റബ്ബി അഊദു ബിക, റബ്ബേ ഞാൻ എന്നോട് കാവൽ തേടുന്നു, മിനൽ കസൽ, അലസതയിൽ നിന്ന്, വസുഇൽ കിബർ, വാർദ്ധക്യത്തിന്റെ തിന്മകളിലെ പ്രയാസങ്ങളിൽ നിന്ന്. റബ്ബി അഊദു ബിക, റബ്ബേ ഞാൻ എന്നോട് കാവൽ തേടുന്നു, മിൻ അദാബിൻ ഫിന്നാരി, നരകത്തിലെ ശിക്ഷയിൽ നിന്ന്, വഅദാബിൻ ഫിൽ ഖബർ, ഖബറിലെ ശിക്ഷയിൽ നിന്നും. വഇദാ അസ്ബഹ ഖാല ദാലിക അയ്ദൻ, എന്നിട്ട് പറയണേ, നേരം പുലർന്നാലും നബി ഇത് പ്രകാരം ചൊല്ലുമായിരുന്നു. എങ്ങനെ? അസ്ബഹന വ അസ്ബഹൽ മുൽക്കു ലില്ലാഹ്, അസ്ബഹന, ഞങ്ങൾക്ക് ഇതാ പ്രഭാതമായിരിക്കുന്നു, അസ്ബഹൽ മുൽക്കു ലില്ലാഹ്, ആധിപത്യം അല്ലാഹുവിനായിക്കൊണ്ട് ഇതാ പ്രഭാതമായിരിക്കുന്നു, ആ രൂപത്തിൽ. അപ്പൊ ചെറിയ മാറ്റം വരും. എങ്ങനെ? രാവിലെ ചൊല്ലുമ്പോൾ അസ്ബഹന വ അസ്ബഹൽ മുൽക്കു ലില്ലാഹി വൽഹംദുലില്ലാഹി ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ റബ്ബി അസ്അലുക ഖൈറ മാ ഫീ ഹാദിൽ യൗമി എന്ന് വരും.
ഫിഹാദിഹിൽ ലൈലത്തി എന്നതിന് പകരം ഈ പകലിലെ നന്മയെ ഞാൻ ചോദിക്കുന്നു. വഖൈറ മാ ബഅദഹു വഅഊദു ബിക മിൻ ശർരി മാ ഫി ഹാദൽ യൗമി വശർരി മാ ബഅദഹു. നേരത്തെ തന്നെ വഖൈറ മാ ബഅദഹു എന്ന്. റബ്ബി അഊദു ബിക മിനൽ കസൽ വസൂഇൽ കിബർ റബ്ബി അഊദു ബിക മിൻ അദാബിൻ ഫിന്നാർ വഅദാബിൻ ഫിൽ ഖബ്ർ. ഇനി അടുത്ത ഹദീസ്. وقال عبد الله بن خبيب خرجنا في ليلة مطر. അബ്ദുല്ലാഹി ഇബ്നു ഖുബൈബ് എന്നവർ പറയാണ്, ഞങ്ങൾ ഒരു മഴയുള്ള രാത്രിയിൽ പുറപ്പെട്ടു. വദുൽമത്തിൻ ഇരുട്ടുമുള്ള, ശദീദത്തിൻ ശക്തമായ ഇരുട്ടുള്ള മഴയുള്ള ഒരു രാത്രി. നത്ലുബു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലിയുസല്ലി ബിന, ഞങ്ങൾക്ക് ഇമാമായിട്ട് നിസ്കരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്വേഷിച്ചുകൊണ്ട് ഫഅദ്റകനാഹു, അങ്ങനെ ഞങ്ങൾ നബിന്റെ അടുത്തെത്തി. ഫഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുൽ എന്ന് പറഞ്ഞു. കുൽ എന്ന് പറഞ്ഞാൽ പറയുക എന്നാണ് അർത്ഥം. ഫലം അക്കുൽ ഷൈൻ. അപ്പൊ അബ്ദുല്ലാഹി ഇബ്നു ഖുബൈബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ഒന്നും പറഞ്ഞില്ല. ഖാല, നബി തുടർന്ന് പറഞ്ഞു വീണ്ടും, ഖുൽതു, ഞാൻ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, മാ ഖുലു, അല്ല ഖുൽ എന്ന് പറഞ്ഞപ്പോൾ ഫലം അക്കുൽ ഷൈൻ, അപ്പോഴും ഒന്നും പറഞ്ഞില്ല. ഖാല, മൂന്നാമത്തെ തവണ ഖുൽ, വീണ്ടും പറഞ്ഞു നബി. ഖുൽതു യാ റസൂലല്ലാഹ് മാ ഖുലു, അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ എന്താണ് പറയേണ്ടത്? ഖാല ഖുൽ ഹുവല്ലാഹു അഹദ് വൽമുഅവ്വിദതൈനി ഹീന തുംസി വഹീന തുസ്ബിഹു ثلاث مرات തക്ഫീക മിൻ കുല്ലി ഷൈ. ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്തും മുഅവ്വിദതൈനിയും, അതായത് സൂറത്തുൽ ഇഖ്ലാസും സൂറത്തുൽ ഫലഖും സൂറത്തുൻ നാസും. ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, മൂന്ന് സൂറത്തുകൾ. ഹീന തുംസി വഹീന തുസ്ബിഹു, ഇത് മൂന്നും ചൊല്ലുന്നത് എപ്പോ? വൈകുന്നേരമാകുമ്പോൾ. ഹീന തുംസി വഹീന തുസ്ബിഹു, രാവിലെയും വൈകുന്നേരം, ഇത് മൂന്ന് തവണ ചൊല്ലുന്നത്. സലാസ മറാത്ത്, രാവിലെയും വൈകുന്നേരവും സലാസ മറാത്ത് മൂന്ന് തവണ ചൊല്ലുന്നത്. തക്ഫീക, നിനക്ക് മതിയാകും, മിൻ കുല്ലി ഷൈ, എല്ലാ കാര്യത്തിൽ നിന്നും, എല്ലാ പ്രയാസത്തിനും പ്രശ്നത്തിനും ഒക്കെ പരിഹാരം എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ ഈ മൂന്ന് സൂറത്തുകൾ രാവിലെയും വൈകുന്നേരം മൂന്ന് തവണ ചൊല്ലൽ നിർബന്ധം, സുന്നത്ത് ഉണ്ട്. അബൂ ഹുറൈറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്ന് പറയുന്നു, റിപ്പോർട്ട് ചെയ്യുന്നു, അന്നഹു കാന യുഅല്ലിമു അസ്ഹാബഹു യഖൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സഹാബികളെ ഇങ്ങനെ പഠിപ്പിച്ച് ചൊല്ലുമായിരുന്നു. ഇദാ അസ്ബഹ അഹദുക്കും ഫല്യഖുൽ, നിങ്ങൾ ആർക്കെങ്കിലും പ്രഭാതമായാൽ എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഒരാൾ പ്രഭാതമായാൽ നിങ്ങൾ ഓരോരുത്തരും ചൊല്ലണം. ഫല്യഖുൽ, അവൻ പറയട്ടെ, അല്ലാഹുമ്മ ബിക അസ്ബഹന വബിക അംസൈന വബിക നഹ്യ വബിക നമൂതു വഇലൈക നുശൂർ എന്ന് ചൊല്ലട്ടെ. രാവിലെ ചൊല്ലുന്ന ദിക്റാണ്. അല്ലാഹു ബിക അസ്ബഹന, നിന്റെ സഹായം കൊണ്ട്, നിന്നെ കൊണ്ട് ഇതാ ഞങ്ങൾക്ക് പ്രഭാതമായിരിക്കുന്നു. വബിക അംസൈന, നിന്നെ കൊണ്ട് തന്നെ, നിന്റെ സഹായം കൊണ്ട് തന്നെ ഞങ്ങൾ വൈകുന്നേരമാകുന്നു. വബിക നഹ്യ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ ജീവിക്കുന്നു. വബിക നമൂതു, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ മരിക്കുന്നു. വഇലൈക നുശൂർ, നിന്നിലേക്കാണ് പുനരുത്ഥാനം. ഇനി വൈകുന്നേരമായാൽ അവൻ ഇങ്ങനെ പറയട്ടെ, അല്ലാഹുമ്മ ബിക അംസൈന വബിക അസ്ബഹന വബിക നഹ്യ വബിക നമൂതു വഇലൈക്കൽ മസ്വീർ. വ്യത്യാസം എന്താണ്? തുടക്കത്തിൽ അല്ലാഹുമ്മ ബിക അസ്ബഹന ബിക അംസൈന എന്നാണ് രാവിലെ ചൊല്ലുമ്പോൾ. വൈകിട്ട് ചെല്ലുമ്പോൾ അല്ലാഹുമ്മ ബിക അംസൈന ബിക അസ്ബഹന, അംസൈന എന്നുള്ള ആദ്യം പറഞ്ഞു. അല്ലാഹുവേ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾക്ക് ഇതാ പ്രദോഷമായിരിക്കുന്നു. വബിക അസ്ബഹന, ഞങ്ങൾക്ക് പ്രഭാതമാകുന്നു നിന്റെ സഹായം കൊണ്ട് എന്ന്. വഇലൈക്കൻ നുശൂർ എന്നാണ് രാവിലത്തെ ദിക്റിൽ. വൈകുന്നേരമാകുമ്പോൾ വഇലൈക്കൽ മസ്വീർ എന്നാണ്. നുശൂർ എന്ന് പറഞ്ഞാൽ പുനരുത്ഥാനമാണ്, പുനർജന്മം, പരലോകത്ത്. മസ്വീർ എന്ന് പറഞ്ഞാൽ മടക്കാണ്, അള്ളാഹുലേക്ക് മടങ്ങൽ, മരണം. ശദ്ദാദ് ഇബ്നു ഔസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന് റിപ്പോർട്ട് ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സയ്യിദുൽ ഇസ്തിഗ്ഫാർ, ഇസ്തിഗ്ഫാർ എന്ന പാപമോചന പ്രാർത്ഥനയാണ്. പാപമോചന പ്രാർത്ഥനയുടെ സയ്യിദ്, നേതാവ് എന്നറിയപ്പെടുന്ന പ്രാർത്ഥന, സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്നറിയപ്പെടുന്ന പ്രാർത്ഥനയാണ് പറയുന്നത്. അല്ലാഹു, അത് ഏതാണ്? അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖതനി വഅന അബ്ദുക വഅന അലാ അഹ്ദിക വവഅദിക മസ്തതഅതു അഊദു ബിക മിൻ ശർരി മാ സ്വനഅതു അബൂഉ ലക ബിനിഅമതിക അലയ്യ വഅബൂഉ ബിദംബി
ഫഗ്ഫിർ ലി ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത. ഇതാണ് സയ്യിദുൽ ഇസ്തിഗ്ഫാർ. എന്നിട്ട് നബി പറയാണ് മൻ ഖാലഹ ഹീന യുംസി ഫമാത മിൻ ലൈലതിഹി. വൈകുന്നേരമാകുമ്പോൾ ആരെങ്കിലും ഇത് ചൊല്ലി ആ രാത്രി അവൻ മരിച്ചു, അവന്റെ ആ രാത്രിയിൽ അവൻ മരിച്ചാൽ ദഖലൽ ജന്ന, അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കും. വമൻ ഖാലഹ ഹീന യുസ്ബിഹു, ഇനി രാവിലെ ആരെങ്കിലും ഇത് ചൊല്ലി ഫമാത മിൻ യൗമിഹി, ആ പകൽ അവൻ മരിച്ചാൽ ദഖലൽ ജന്ന, അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കും. ഖറജഹുൽ ബുഖാരി, ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള രേഖപ്പെടുത്തിയുള്ള ഹദീസാണ്. അല്ലാഹുമ്മ, അല്ലാഹു അൻത റബ്ബി, നീയാണ് എൻ്റെ റബ്ബ്, ലാ ഇലാഹ ഇല്ലാ അൻത, നീ അല്ലാതെ ഒരു ഇലാഹുമില്ല, ഒരു ആരാധ്യനുമില്ല, ഖലഖ്തനി, നീയാണ് എന്നെ പടച്ചത്, വ അന അബ്ദുക, ഞാൻ നിന്റെ ദാസനാണ്, വ അന അലാ അഹദിക വ വഅദിക മസ്തതഅതു, ഞാൻ നീയുമായുള്ള കരാറിലാണ് എന്ന് പറയണം. അതായത് നീയുമായുള്ള കരാറിൽ, വഅദ് എന്ന് പറഞ്ഞാല് വാഗ്ദാനം, അഹദ് കരാർ, ഞാൻ നീയുമായുള്ള കരാറിലും വാഗ്ദാനത്തിലുമാണ്, മസ്തതഅതു, എനിക്ക് കഴിയോളം സാധിക്കുന്നിടത്തോളൊക്കെ, അഊദു ബിക, ഞാൻ നിന്നോട് കാവൽ തേടുന്നു, മിൻ ശർരി മാ സനഅതു, ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള തിന്മകളിൽ നിന്ന്, ഞാൻ തന്നെ ചെയ്തിട്ടുള്ള, അബൂഉ ലക ബിനിഅമതിക അലയ്യ, അബൂഉ ലക, ഞാൻ നിന്നോട് സമ്മതിക്കുന്നു, അംഗീകരിക്കുന്നു, ബിനിഅമതിക അലയ്യ, നീ എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളൊക്കെ ഞാൻ സമ്മതിക്കും, അബൂഉ ബിദംബി, ഞാൻ ചെയ്ത കുറ്റങ്ങൾ, എൻ്റെ തെറ്റുകൾ, അത് ഞാൻ ഏറ്റുപറയുന്നു നിന്നോട്, ഫഗ്ഫിർലി, അതിനാൽ എനിക്ക് നീ പുറത്തു തരണമേ, ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത, കാരണം നീയല്ലാതെ ദുനൂബ്, പാപങ്ങൾ പൊറുക്കുന്ന ആരുമില്ല. വഅൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എന്നുള്ള നിവേദനം, അദ്ദേഹം പറയാണ്, ഇന്ന അബൂബക്കർ അസ്ദിഖ റളിയല്ലാഹു അൻഹു ഖാൽ, നിശ്ചയം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അല്ലിംനി ഷൈഅൻ അഖൂലുഹു ഇദാ അസ്ബഹതു വഇദാ അംസൈതു, ഞാൻ പ്രഭാതമായാലും, എനിക്ക് പ്രഭാതമായാലും പ്രദോഷമായാലും വൈകുന്നേരമായാലും ഞാൻ ചൊല്ലേണ്ട ഒരു ദിക്ർ എനിക്ക് പഠിപ്പിച്ചു തന്നാലും. കാല, അപ്പൊ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ പറഞ്ഞു കൊടുത്തു, അല്ലാഹുമ്മ ആലിമൽ ഗൈബി വശഹാദതി ഫാത്തിറസ് സമാവാതി വൽ അർദി റബ്ബ കുല്ലി ഷൈഇൻ വമലീകഹു അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അഊദു ബിക മിൻ ശർരി നഫ്സി വശർരി ശൈത്വാനി വശിർകിഹി. അല്ലാഹുമ്മ, അല്ലാഹു, ആലിമൽ ഗൈബി വശഹാദ, ഗൈബ് ദൃശ്യം, ഗൈബിയ ലോകം, ഷഹാദത്തിന്റെ ലോകം, അത് ഗൈബ് എന്ന് പറഞ്ഞാൽ അദൃശ്യം, അദൃശ്യത്തിന്റെ ലോകം, ഷഹാദത്ത് പറഞ്ഞാൽ ദൃശ്യത്തിന്റെ ലോകം, ദൃശ്യവും അദൃശ്യവും അറിയുന്ന അള്ളാഹു, ഫാത്തിറസ് സമാവാതി വൽ അർദ്, സമാവാത്ത് ആകാശങ്ങൾ, അർദ് ഭൂമി, ആകാശങ്ങളും ഭൂമിയും ഇല്ലായ്മയിൽ നിന്ന് പടച്ചുണ്ടാക്കിയവരെ, റബ്ബ കുല്ലി ഷൈഇൻ, എല്ലാ വസ്തുക്കളുടെയും റബ്ബെ, വ മലീകഹു, അതിൻ്റെ ഉടമസ്ഥനുമായി ആയിട്ടുള്ള റബ്ബെ, അഷ്ഹദു, ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, അൻ ലാ ഇലാഹ ഇല്ലാ അൻത, നീ അല്ലാതെ ഒരു ഇലാഹുമില്ലെന്ന്, അഊദു ബിക മിൻ ശർരി നഫ്സി, എൻ്റെ സ്വന്തം നഫ്സിന്റെ തിന്മയിൽ നിന്ന് ഞാൻ എന്നോട് കാവൽ തേടുന്നു, വശർരി ശൈത്വാനി, ശൈത്വാന്റെ തിന്മയിൽ നിന്നും, വശിർകിഹി, അവന്റെ പങ്കാളിത്തത്തിൽ നിന്നും എന്ന് ആണ് ഒരു റിപ്പോർട്ടിൽ. അതിന്റെ കൂടെ മറ്റൊരു റിപ്പോർട്ടിൽ ഇങ്ങനെ കൂടിയുണ്ട് എന്ന് കാണാം. അതോടെ ഹദീസിൽ കാണാം, വഫീ റിവായത്തിൽ, മറ്റൊരു റിപ്പോർട്ടിൽ, വഅൻ അഖ്തരിഫ അലാ നഫ്സി സുഅൻ ഔ അജുറഹു ഇലാ മുസ്ലിം, അപ്പൊ അതുകൂടെ ചേർത്ത് ചെല്ലുന്നതാണ് നല്ലത്. വഅൻ അഖ്തരിഫ അലാ നഫ്സി സുഅൻ, എന്താണ് അതിന്റെ അർത്ഥം? എനിക്ക് തന്നെ വല്ല തിന്മ, സൂ, വരുത്തുന്നതിൽ നിന്നും, അഖ്തരിഫ, തിന്മ വരുത്താണ് ഉദ്ദേശിക്കുന്നത്, ഔ അജുറഹു അലാ മുസ്ലിം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മുസ്ലിമിലേക്ക് അത് എത്തിക്കുന്നതിൽ നിന്നും, ഞാൻ വഴിയുണ്ടായ തിന്മ, അതിൽ ഞാൻ എന്നോട് കാവൽ തേടുന്നു അർത്ഥം. അഊദു ബിക നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത് ഖുൽഹു ഇദാ അസ്ബഹത വഇദാ അംസൈത വഇദാ അഖദത മദ്ജഅക. അപ്പോൾ രാവിലെ വൈകുന്നേരം ചൊല്ലാനുള്ള ദിക്റാണ് ചോദിച്ചത് ആരാ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദിക്റാണ് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, അത് താങ്കൾ എന്ത് ചെയ്യണം? രാവിലെയും വൈകുന്നേരവും, അതേപോലെ വഇദാ അഖദത മദ്ജഅക, താങ്കൾ കിടക്കാൻ സമയത്തും ഇത് ചൊല്ലുക എന്ന്, ഉറങ്ങാൻ കിടക്കുമ്പോൾ. അപ്പൊ ഈ ദിക്ർ 3 തവണ ദിവസം ചൊല്ലൽ സാഹചര്യം വരുന്നുണ്ട്. രാവിലെ, വൈകുന്നേരം, കിടക്കാൻ സമയത്ത്.
اللهم عالم الغيب والشهادة فاطر السماوات والأرض رب كل شيء ومليكه أشهد أن لا إله إلا أنت أعوذ بك من شر نفسي وشر الشيطان وشركه وأن أقترف على نفسي سوءا أو أجره إلى مسلم. ചിലടത്ത് അഊദു ബിക അൻ അഖ്തരിഫ അലാ നഫ്സി അങ്ങനെ കാണാം. അതാണെങ്കിൽ അർത്ഥം അങ്ങനെ തന്നെയാണ്. وقال عثمان بن عفان رضي الله عنه قال ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു قال رسول الله صلى الله عليه وسلم അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മാ മിൻ അബ്ദിൻ യഖൂലു ഫി സബാഹിൻ കുല്ലി യൗമിൻ വമസാഇൻ കുല്ല ലൈലത്തിൻ, എല്ലാ പകലിലും രാവിലെയും എല്ലാ രാത്രിയിലും വൈകുന്നേരവും ഏതൊരു ദാസനും ചൊല്ലുന്നില്ല, എന്ത് ചൊല്ലുന്നില്ല? ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർദി വലാ ഫിസ് സമാഇ വഹുവ സമീഉൽ അലീം എന്ന് ചൊല്ലുന്നില്ല 3 മററാത്തിൻ 3 തവണ. ലം യദുറഹു ശൈഉൻ, എങ്കിൽ അവനെ ഒന്നും ബുദ്ധിമുട്ടിക്കാത്തതായിട്ട് ആരും ചൊല്ലുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താ? ഈ 3 തവണ ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർദി വലാ ഫിസ് സമാഇ വഹുവ സമീഉൽ അലീം എന്ന് ഒരാൾ ചൊല്ലിയാൽ, രാവിലെയും വൈകുന്നേരം ചൊല്ലിയാൽ അവന് പിന്നെ ഒരു ബുദ്ധിമുട്ട് ഒരു പ്രയാസം ഉണ്ടാവില്ല എന്ന് അതിന്റെ അർത്ഥം. ബിസ്മില്ലാഹി അള്ളാഹുവിന്റെ നാമത്തിൽ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അള്ളാഹു ലാ യദുറു മഅ ഇസ്മിഹി അവന്റെ ഇസ്മിനോടൊപ്പം നാമത്തോടൊപ്പം ബുദ്ധിമുട്ടുകയില്ല ഷൈഉൻ ഒരു വസ്തുവും ഫിൽ അർദി ഭൂലോകത്തും വലാ ഫിസ് സമാഇ ആകാശലോകത്തും വഹുവ സമീഉൽ അലീം അവൻ അസ്സമീ എല്ലാം കേൾക്കുന്നവനും അൽ അലീം എല്ലാം അറിയുന്നവനുമാകുന്നു എന്ന്. ഇത് രാവിലെ 3 തവണ, വൈകുന്നേരം 3 തവണ. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർദി വലാ ഫിസ് സമാഇ വഹുവ സമീഉൽ അലീം. ഇനി മറ്റൊരു ഹദീസ്, വഅൻ സൗബാൻ വഗൈരിഹി, സൗബാൻ എന്നവരും റളിയല്ലാഹു അൻഹു മറ്റുള്ളവരും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മൻ ഖാല ഹീന യുംസി, വൈകുന്നേരമായാൽ ആരെടുത്തും ചൊല്ലിയോ റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീന വബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയ എന്ന്, കാന ഹഖ്ഖൻ അലല്ലാഹ്, അല്ലാഹുവിന് മേൽ ബാധ്യതയായി, അല്ലാഹുവിന് ഒരു നിർബന്ധമൊന്നുമില്ല, അത് അല്ലാഹു ഏറ്റെടുത്ത് ചെയ്യും എന്ന അർത്ഥത്തിലാണ്. അയ്യുദിയഹു അവനെ തൃപ്തിപ്പെടുത്തൽ. അപ്പോൾ അങ്ങനെ ചൊല്ലുന്ന ആളെ അള്ളാഹുവിന് ഇഷ്ടമാണ്, അള്ളാഹു അവനെ തൃപ്തിപ്പെടുന്ന വിധത്തിൽ കാര്യങ്ങൾ ചെയ്യും എന്നതാണ്. റളീതു ബില്ലാഹി, അള്ളാഹുവിനെ ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു, റബ്ബൻ റബ്ബായിട്ട്, വബിൽ ഇസ്ലാമി ഇസ്ലാമിനെ ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു, ദീനൻ ദീനായിട്ട്, വബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു നബിയായിട്ട്. എന്താ ചൊല്ലേണ്ടത്? റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീന വബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയ. മറ്റു ചില റിപ്പോർട്ടുകൾ ഇത് രാവിലെയും ചൊല്ലുന്നതായിട്ട് ചൊല്ലണം എന്ന് സുന്നത്തായിട്ട്. وعن أنس بن مالك رضي الله عنه أن رسول الله صلى الله عليه وسلم قال, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു എന്ന നിവേദനം, അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മൻ ഖാല ഹീന യുസ്ബിഹു ഔ യുംസി, രാവിലെ ആകുമ്പോൾ അല്ലെങ്കിൽ വൈകുന്നേരമാകുമ്പോൾ ഒരാൾ ചൊല്ലിയാൽ, എന്ത് ചൊല്ലിയാൽ? അല്ലാഹുമ്മ ഇന്നി അസ്ബഹതു ഉശ്ഹിദുക وأشهد حملة عرشك وملائكتك وجميع خلقك بأنك أنت الله لا إله إلا أنت وأن محمدا عبدك ورسولك എന്ന്. എന്താണ് ചൊല്ലേണ്ടത്? അല്ലാഹുമ്മ അല്ലാഹു ഇന്നി അസ്ബഹതു, എനിക്ക് പ്രഭാതമായിരിക്കുന്നു, ഉശ്ഹിദുക ഞാൻ നിന്നെ സാക്ഷിയാക്കുന്നു, ഉശ്ഹിദു ഹമലത അർഷിക നിന്റെ അർഷിന്റെ ഹമലത്തെ അർഷിനെ വഹിക്കുന്ന മലക്കുകൾ കൊണ്ടും ഞാൻ സാക്ഷിയാക്കുന്നു, മലായികത്തക നിന്റെ മലക്കുകളെ കൊണ്ടും, ജമീഅ ഖൽഖിക നിന്റെ മുഴുവൻ സൃഷ്ടികളെ കൊണ്ടും, ബി അന്നക നിശ്ചയം നീ ആണെന്ന്, അന്ത നീ, അല്ലാഹ് അല്ലാഹു, ലാ ഇലാഹ ഇല്ല അന്ത നീ അല്ലാതെ ഒരു ഇലാഹുമില്ലെന്ന്, വഅന്ന മുഹമ്മദൻ നിശ്ചയം മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുക വറസൂലുക നിന്റെ ദാസനും ദൂതനുമാണെന്നും. ഇത് ചൊല്ലിയാൽ അഅതഖല്ലാഹു റുബഅഹു മിനന്നാർ, അവന്റെ 4/1 ഭാഗം അള്ളാഹു നരകത്തിൽ നിന്ന് മോചിപ്പിക്കും. വമൻ ഖാലഹ മർറതൈനി, ഇനി ആരെടുത്തൻ 2 പ്രാവശ്യത്തിൽ ചൊല്ലിയോ അഅതഖല്ലാഹു നിസ്ഫഹു മിനന്നാർ, അവന്റെ പകുതി നരകത്തിൽ നിന്ന് അള്ളാഹു മോചിപ്പിക്കും. വമൻ ഖാലഹ സലാസൻ, ആരെടുത്തൻ 3 തവണ ചൊല്ലിയോ അഅതഖല്ലാഹു സലാസത അർബഅഹി മിനന്നാർ, അവന്റെ 4/3 ഭാഗം, നിസ്ഫറിമ്പ് പകുതി, സലാസത അർബഅ 4/3 ഭാഗം നരകത്തിൽ നിന്ന് അള്ളാഹു മോചിപ്പിക്കും. ഫഇൻ ഖാലഹ അർബഅൻ, ഇനി ആരെടുത്തൻ 4 തവണ ചൊല്ലിയോ അഅതഖഹുല്ലാഹു മിനന്നാർ, അവനെ അള്ളാഹു നരകത്തിൽ നിന്ന് മോചിപ്പിക്കും, നിറപൂർണ്ണമായിട്ട്. അപ്പൊ ഈ ദിക്ർ
4 തവണയാണ് ചൊല്ലേണ്ടത് രാവിലെ വൈകുന്നേരം എന്ന് മനസ്സിലാക്കാം. എന്താണ് രാവിലെ എങ്ങനെ ചൊല്ലേണ്ടത്? അല്ലാഹുമ്മ ഇന്നി അസ്ബഹതു ഉഷ്ഹിദുക വ ഉഷ്ഹിദു ഹമലത അർശിക വ മലായികതക വ ജമീഅ ഖൽഖിക ബിഅന്നക അൻത അല്ലാഹു ലാ ഇലാഹ ഇല്ല അൻത വ അന്ന മുഹമ്മദൻ അബ്ദുക വ റസൂലുക എന്ന്. ചില റിപ്പോർട്ടുകൾ അന്നക അൻത അല്ലാഹു ലാ ഇലാഹ ഇല്ല അൻത വഹ്ദക ലാ ശരീക ലക എന്നുണ്ട്. ഇത് രാവിലെയും വൈകിട്ടുമാണ് ചൊല്ലുന്നത്. അപ്പോൾ വൈകിട്ട് ചെല്ലുമ്പോൾ അല്ലാഹുമ്മ ഇന്നി അസ്ബഹതു എന്നതിന് പകരം അല്ലാഹുമ്മ ഇന്നി അംസൈതു എന്ന് ചൊല്ലണം. മറ്റൊരു ഹദീസ്, وعن عبد الله بن غنام رضي الله عنه أن رسول الله صلى الله عليه وسلم قال. അബ്ദുല്ലാഹി ബിൻ ഗന്നാം എന്നവരിൽ നിന്നുള്ള ഒരു നിവേദനം, അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖാല ഹീന യുസ്ബിഹു, ആരൊരുത്തൻ രാവിലെ ആകുമ്പോൾ ഇങ്ങനെ ചൊല്ലിയോ, ഏത് اللهم ما أصبح بي من نعمة أو بأحد من خلقك فمنك وحدك لا شريك لك لك الحمد ولك الشكر എന്നാരെങ്കിലും ചൊല്ലിയോ ഫഖദ് അദ്ദാ ശുക്ര യൗമി, ആ പകലിലെ ശുക്ർ നന്മ നന്ദി അവൻ വീട്ടിക്കഴിഞ്ഞു. വമൻ ഖാല മിസ്ല ദാലിക ഹീന യുംസി, വൈകുന്നേരമാകുമ്പോൾ ആരെങ്കിലും അങ്ങനെ ചൊല്ലിയാൽ ഫഖദ് അദ്ദാ ശുക്ര ലൈലത്തിഹി, അവൻ ആ രാത്രിയിലെ അവന്റെ രാത്രിയിലെ നന്ദി അവൻ പ്രകാശിപ്പിച്ചു അള്ളാഹുവിനോടുള്ള. അപ്പൊ എന്താണ് രാവിലെ ചൊല്ലേണ്ടത്? അല്ലാഹുമ്മ അല്ലാഹു മാ അസ്ബഹ ബി മിൻ നിഅമത്തിൻ, രാവിലെ ഈ പ്രഭാതത്തിൽ നീ എനിക്ക് എന്തൊക്കെ നന്മ ചെയ്തിട്ടുണ്ടോ, അല്ല എനിക്ക് എന്തൊക്കെ നന്മ കിട്ടിയിട്ടുണ്ടോ, ഔ ബി അഹദ്, നിന്നെ കൊണ്ട്. അപ്പൊ എങ്ങനെയാണ് എനിക്ക് എന്നാണ് ഇതിനർത്ഥം. അല്ലാഹുമ്മ മാ അസ്ബഹ ബി മിൻ നിഅമത്തി, എനിക്ക് ഈ പ്രഭാതത്തിൽ വല്ല നന്മയും കിട്ടിയിട്ടുണ്ടോ, ഔ ബി അഹദിൻ മിൻ ഖൽഖിക, അല്ലെങ്കിൽ നിന്റെ സൃഷ്ടികളെ കൊണ്ട് എനിക്ക് വല്ല നന്മയും കിട്ടിയിട്ടുണ്ടോ എങ്കിൽ ഫമിൻക, അത് നിന്നിൽ നിന്നാണ്, വഹദക നിന്നിൽ നിന്ന് മാത്രം, ലാ ശരീക ലക്, നിനക്കൊരു പങ്കുകാരനുമില്ല, ലക്കൽ ഹംദു വലക ശുക്ർ, ലക്കൽ ഹംദു നിനക്കാണ് സർവസ്തിയും, വലക ശുക്ർ നിനക്കാണ് നന്ദിയും. എവിടുന്ന് നന്ദി, പിന്നെ ഏത് സൃഷ്ടികളിൽ നിന്ന് എനിക്ക് എന്ത് അനുഗ്രഹം ലഭിച്ചിട്ടുണ്ടെങ്കിലും അത് യഥാർത്ഥത്തിൽ നിന്നിൽ നിന്ന് മാത്രമാണ് എന്നതാണ് അതിന്റെ ആശയം. وقال عبد الله بن عمرو رضي الله عنهما, അബ്ദുല്ലാഹി ബിൻ അംർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലം യകുനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യദഉ ഹൗലാഇ ദഅവാതി ഹീന യംസി വഹീന യുസ്ബിഹ്, ഈ പ്രാർത്ഥനകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വൈകുന്നേരവും രാവിലെയും ഉപേക്ഷിക്കാറുണ്ടായിരുന്നില്ല, എന്നാണ് സ്ഥിരമായി ചൊല്ലിയിരുന്നു അർത്ഥം. اللهم إني أسألك العافية في الدنيا والآخرة اللهم أسألك العفو والعافية في ديني ودنياي وأهلي ومالي اللهم استر عوراتي وآمن روعاتي اللهم احفظني من بين يدي ومن خلفي وعن يميني وعن شمالي ومن فوقي وأعوذ بعظمتك أن أغتال من تحتي. എന്താണ് അർത്ഥം? അല്ലാഹുമ്മ അല്ലാഹു ഇന്നി അസ്അലുക, ഞാൻ എന്നോട് ചോദിക്കുന്നു, അൽ ആഫിയത്ത്, ആഫിയത്ത് സൗഖ്യത്തെ, എല്ലാ തരത്തിലുള്ള സൗഖ്യമാണ് ഉദ്ദേശിക്കുന്നത്, ഫി ദുനിയ, ദുനിയാവിലും വൽ ആഖിറതി, ആഖിറത്തിലും, ഇഹലോകത്തും പരലോകത്തും. അല്ലാഹുമ്മ അല്ലാഹു അസ്അലുക, ഞാൻ എന്നോട് ചോദിക്കുന്നു, അൽ അഫ്വ മാപ്പ്, വൽ ആഫിയത്ത സൗഖ്യവും ആഫിയത്തും, ഫി ദീനി എൻ്റെ ദീനിൽ, വ ദുനിയായ എൻ്റെ ദുനിയാവിലും, വഅഹ്ലി എൻ്റെ കുടുംബത്തിലും, വ മാലി എൻ്റെ സ്വത്തിലും. അല്ലാഹുമ്മ അല്ലാഹു ഇസ്തുർ ഔറാത്തി, നീ എൻ്റെ പോരായ്മകൾ മറക്കണേ, ന്യൂനതകൾ മറച്ചു വെക്കണേ, ആമിൻ റൗആത്തി, എൻ്റെ ദൗർബല്യങ്ങൾ നീ മറച്ചു വെക്കണേ, പിന്നെ എൻ്റെ ഭയപ്പാടുകളിൽ നിന്ന് എനിക്ക് സമാധാനം നൽകണേ എന്നാണ്. ആമിൻ റൗആത്തി, അമ്ന് നൽകണം എന്നല്ല, റൗആത്ത് ഭയപ്പാടുകളിൽ നിന്ന്. പിന്നെ ഉസ്തുർ ഔറാത്തി എന്ന് പറഞ്ഞത് ന്യൂനതകൾ, പോരായ്മകൾ, അത് മറച്ചു വെക്കണം എന്നുള്ളതാണ്. ആമിൻ റൗആത്തി, എൻ്റെ ഭയപ്പാടുകളിൽ നിന്ന് എനിക്ക് നീ സംരക്ഷണം നൽകണേ, നിർഭയത്വം നൽകണേ എന്നതാണ്. അല്ലാഹുമ്മ ഹഫ്ഫദ്നി മിൻ ബൈനി യദയ്യ വമിൻ ഖൽഫി, എൻ്റെ മുന്നിലുള്ളതും എൻ്റെ പിന്നിൽ ഉള്ളതിലും എനിക്ക് നീ സംരക്ഷണം നൽകണേ, മുന്നിൽ നിന്നും പിന്നിൽ നിന്നൊക്കെ സംരക്ഷണം. വഅൻ യമീനി വഅൻ ശിമാലി, എൻ്റെ വലതു ഭാഗത്തു നിന്നും എൻ്റെ ഇടതു ഭാഗത്തു നിന്നും. വമിൻ ഫൗഖി, എൻ്റെ മുകൾ ഭാഗത്തു നിന്നും. വഅഊദു ബിഅളമതിക, എൻ്റെ മഹാത്മ്യം കൊണ്ട് ഞാൻ കാവൽ തേടുന്നു. അൻ ഉതാല മിൻ തഹതി, എൻ്റെ താഴ്ഭാഗത്ത് നിന്ന് ഞാൻ പിടിക്കപ്പെടുന്നതിൽ നിന്ന്, അല്ലെങ്കിൽ വഞ്ചിക്കപ്പെടുന്നതിൽ നിന്ന്. ഇവിടെ ഉദാഹരണം ഭൂമി ഇടിഞ്ഞു താഴുന്നതിൽ നിന്ന്. അപ്പൊ എല്ലാ തരത്തിലും
മുകൾ ഭാഗത്ത് നിന്ന്, താഴ്ഭാഗത്ത് നിന്ന്, വലത് ഭാഗത്ത് നിന്ന്, ഇടത് ഭാഗത്ത് നിന്ന്, മുൻഭാഗത്ത് നിന്ന്, പിൻഭാഗത്ത് നിന്ന് ഒക്കെ സംരക്ഷണം ചോദിക്കണം. വൻ ത്വൽഖ് ബിൻ ഹബീബ് അൻ ഖാല, ത്വൽഖ് ബിൻ ഹബീബ് എന്നവർ പറയണേ, ജാഅ റജുലുൻ ഇലാ അബി ദർദാ ഫഖാൽ, അബൂ ദർദാ റളിയല്ലാഹുവിന്റെ അടുത്ത് ഒരാൾ വന്നു, എന്നിട്ട് ചോദിച്ചു, യാ അബൂ ദർദാ, ഓ അബൂ ദർദാ, ഖദ് ഇഹ്തറക ബൈതുക്, താങ്കളുടെ വീട് ദാ കത്തിയിരിക്കുന്നു. ഫഖാല, അപ്പോൾ അബൂ ദർദാ പറഞ്ഞു, മഹ്തറക, അത് കത്തിയിട്ടുണ്ടാവില്ല. ലം യകുനില്ലാഹു യഫ്അൽ ദാലിക, അല്ലാഹു ഇത് ചെയ്യൂല. ഈ കലിമാത്തിൻ സമിഅതുന്ന മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഞാൻ കേട്ടിട്ടുള്ള ചില വചനങ്ങൾ കാരണം അത് അല്ലാഹു അങ്ങനെ ചെയ്തിട്ടുണ്ടാവില്ല. എന്താണ്? അല്ലാഹുവിന്റെ റസൂൽ എന്താ പറഞ്ഞത്? മൻ ഖാലഹ, ആ വചനങ്ങൾ ആര് പറഞ്ഞു? അവ്വല നഹാരിഹി, ആരാ? അവന്റെ പകലിന്റെ തുടക്കത്തിൽ, ലം തുസ്ബഹു മുസീബത്തുൻ ഹത്താ യുംസിയ, അവന് വൈകുന്നേരം ആകുന്നവരെ ഒരു വിപത്തും ബാധിക്കൂല. വമൻ ഖാലഹ ആഖിറ നഹാരി, പകലിന്റെ അവസാനത്തിൽ ആരെങ്കിലും ചൊല്ലിയോ, ലം തുസ്ബഹു മുസീബത്തുൻ ഹത്താ യുസ്ബിഹ, നേരം പുലരുവോളം അവന് മുസീബത്തും ഉണ്ടാവില്ല. ഏതാണ് ആ വചനം? അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത അലൈക തവക്കൽതു അൻത റബ്ബുൽ അർശിൽ അളീം മാ ശാ അല്ലാഹു കാൻ വമാ ലം യശഅ ലം യകുൻ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം അഅലമു അന്ന അല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ വഅന്ന അല്ലാഹ ഖദ് അഹാത ബികുല്ലി ഷൈഇൻ ഇൽമാ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ശർരി നഫ്സി വമിൻ ശർരി കുല്ലി ദാബത്തിൻ അൻത ആഖിദുൻ ബിനാസിയതിഹാ ഇന്ന റബ്ബി അലാ സിറാത്തിൻ മുസ്തഖീം. ഈ ഹദീസ് ചില പണ്ഡിതന്മാർ വഈഫാക്കിയിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. അല്ലാഹു അലം. ഏതായാലും നല്ലൊരു ദിക്റാണ്, നല്ല ആശയം, മനസ്സിലാവുന്നതാണ്. ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ ഇതേ സംബന്ധിച്ച് പ്രത്യേകിച്ച് പരാമർശിച്ചിട്ടില്ല. ഇത് അദ്ദേഹം ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. അല്ലാഹുമ്മ, അല്ലാഹു അൻത റബ്ബി, നീയാണ് എൻ്റെ റബ്ബ്, ലാ ഇലാഹ ഇല്ലാ അൻത, നീ അല്ലാതെ ഒരു ഇലാഹുമില്ല, അലൈക തവക്കൽതു, നിന്നിൽ ഞാൻ ഭരമേൽപ്പിക്കുന്നു, അൻത റബ്ബുൽ അർശിൽ അളീം, നീ മഹത്തായ അർശിന്റെ ഉടമസ്ഥന റബ്ബാണ്, മാഷാ അല്ലാഹു കാൻ, നീ അല്ലാഹു ഉദ്ദേശിക്കുന്നത് സംഭവിക്കും, വമാ ലം യശഅ ലം യകുൻ, അല്ലാഹു ഉദ്ദേശിക്കാത്തത് സംഭവിക്കില്ല, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ഒരു തെറ്റ്, ഒരു ചേഞ്ച്, ഒരു മാറ്റവും ഒരു ശക്തിയും അള്ളാഹുവിനെ കൊണ്ടല്ലാതെ ഇല്ല. അൽ അലിയിൽ അളീം, അത്യുന്നതനും മഹാനുമായ. ആയിരമു, ഞാൻ അറിയുന്നു, അന്നല്ലാഹ, നിശ്ചയം അല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, എല്ലാത്തിനും കഴിവുള്ളവനാണ്, വഅന്നല്ലാഹ, നിശ്ചയം അല്ലാഹു ഖദ് അഹാത ബികുല്ലി ഷൈഇൻ ഇൽമ, അവന്റെ ഇൽമ എല്ലാത്തിനെയും വലയം ചെയ്തിരിക്കുന്നു. അല്ലാഹുമ്മ, അല്ലാഹു, ഇന്നി അഊദു ബിക, നിശ്ചയം ഞാൻ നിന്നോട് കാവൽ തേടുന്നു, മിൻ ശർരി നഫ്സി, എൻ്റെ നഫ്സിന്റെ ഷർറിൽ നിന്ന്, വമിൻ ശർരി കുല്ലി ദാബത്തിൻ അൻത ആഖിദുൻ ബിനാസിയതിഹാ, നിന്റെ പിടുത്തത്തിലുള്ള എല്ലാ മൃഗങ്ങളുടെയും എല്ലാ ജന്തുക്കളുടെയും ഷർറിൽ നിന്നും, ഇന്ന റബ്ബി, നിശ്ചയം എൻ്റെ റബ്ബ്, അലാ സിറാത്തിൻ മുസ്തഖീം, നേരായ പാതയിലാണ്.